ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ശ്രീ കെ എസ് അരുൺകുമാർ, താങ്കൾ പറഞ്ഞോളൂ. ഞാൻ താങ്കളുമായി ആദ്യം സംസാരിച്ചതിൽ വ്യക്തിപരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഞങ്ങളൊരു മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നതിൽ താങ്കൾ ഒരു ടോർച്ച് ബിയറായി മുന്നിൽ സൈബർ ഗുണ്ടകൾക്ക് മുന്നിൽ നടക്കുന്ന സങ്കടം കൊണ്ടും ദേഷ്യം കൊണ്ടുമാണ്. ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. കെ എസ് അരുൺകുമാർ, ഞാൻ പറയുന്നു, റിവേഴ്സ് ലിസ്റ്റ് അയച്ചിട്ടില്ല, കോൺഫറൻസ് കോളോ വീഡിയോ കോളോ ഇല്ല. താങ്കൾ പറയുന്നത് കള്ളമാണ്. തെളിവുണ്ടോ സത്യമെന്ന് പറയാൻ അരുൺകുമാർ? ഞാൻ നിങ്ങളുടെ ചർച്ചയിലെ പങ്കെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞ് ആഗ്രഹിച്ച് വന്നതല്ല. ഇപ്പൊ ഇന്ത്യൻ പ്രണയകഥ എന്ന് പറഞ്ഞ സിനിമയില് ഇന്നസെന്റ് വിളിച്ചു ചോദിക്കുന്ന പോലെ ഞങ്ങൾ വിളിച്ചു ചോദിക്കാറില്ല. ഒരു മാറ്റവും ഇല്ലല്ലോ. പാർട്ടിയുടെ സംസ്ഥാന കേന്ദ്രത്തിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആള് 5-6 തവണ എങ്കിലും വിളിച്ചു ചോദിച്ച് നെഞ്ചിൽ കൈവച്ചാലും പറയുമോ വിളിച്ചു ചോദിച്ചിട്ടില്ല പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആഞ്ജനേയ സ്വാമി, താങ്കൾ ഇടപെടുവാണെങ്കിൽ ഞാൻ ചർച്ചയിൽ തുടരുന്നില്ല. രണ്ടുപേരും സംസാരിച്ചപ്പോഴും 25 മിനിറ്റ് ഞാൻ മിണ്ടാതിരുന്നതാണ്. മര്യാദ വേണം, മര്യാദ, സാമാന്യ മര്യാദ, ജനാധിപത്യ മര്യാദ കാണിക്കണം. ചില ഓർമ്മകൾ മനസ്സിൽ വന്നുകൊണ്ട് ഞാൻ ഇടപെട്ട് പോയാണ്, ക്ഷമിക്കും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. KG സെന്ററിലേക്ക് നിങ്ങൾ ഈ ചാനൽ ചർച്ചയ്ക്ക് ഒരു പ്രതിനിധിയെ വേണമെന്ന് ആവശ്യപ്പെട്ട് അസൈൻ ചെയ്ത് വന്നതാണ് ഞാൻ. പക്ഷെ ഇന്ന് ഇൻട്രോ മുതൽ താങ്കൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കും വാചകവും വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപവും, ഒരു ജനാധിപത്യ മര്യാദ പോയിട്ട് മര്യാദയുടെ 7 അയലക്കത്ത് പോലും വന്നിട്ടില്ല. ഞാൻ അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഞാൻ എന്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ ഇറങ്ങി പോകുന്നില്ല. ഞാൻ പറയട്ടെ എന്റെ പോളിസി അതാ, ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നും പറയുന്ന ആള് തന്നെയാണ് ഞാൻ. ഏറ്റവും സൗമ്യമായി തന്നെ ചർച്ചയിൽ പരമാവധി പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ഇന്ന് താങ്കളാണ് വളരെയധികം വയലന്റായി ആരോപണങ്ങളുടെ വലിയ ശരം തന്നെ, വലിയ ഒരു കുത്തൊഴുക്ക് തന്നെ നടത്തി ഈ ചർച്ചയെ മലീമസമാക്കിയത് താങ്കളാണ്. എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? താങ്കൾ ഈ ചർച്ചയെ തുടങ്ങിയത് തന്നെ നവകേരള മാർച്ചിനെ അശ്ലീല സദസ് എന്ന് KPCC വിശേഷിപ്പിച്ചു. KPCC പ്രസിഡന്റ് താങ്കൾ വിശേഷിപ്പിച്ചത് അധമയാത്ര എന്ന് പറഞ്ഞിട്ടാണ്. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കുന്നേ? ഇവിടെ ഏതാണ്ട് സമയത്തും വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. രണ്ടിടത്ത് പാനൂരും പങ്കെടുത്തു, മട്ടന്നൂരും പങ്കെടുത്തു. പാനൂരും മട്ടന്നൂരും പോട്ടെ, ഞാൻ പങ്കെടുത്താണ്. ശരൺകുമാർ ബംഗാളിൽ പാർട്ടി പരമനാശത്തിലേക്ക് പോയി അതേ ക്രൊണോളജിയിൽ പോകുന്ന യാത്രയാണ് അധമയാത്ര എന്ന് ഞാൻ പറഞ്ഞു. അല്ലാതെ നവകേരള യാത്ര അധമയാത്ര എന്ന് പറഞ്ഞില്ല, ധൂർത്തയാത്രയാണെന്ന് പറഞ്ഞത്. ഇടപെടലെന്ന് വിചാരിക്കുന്നു. എല്ലാ വേദിയിലും താങ്കൾക്ക് കിട്ടിയോ? ഞാൻ ആയിക്കോട്ടെ. അപ്പോ കശുവണ്ടി പാലിലിട്ട് കുറുക്കിയ ഒരു സാധനം ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. നിങ്ങൾ എന്താണ് കാശ്മീർ? ഒന്ന് മര്യാദ കാണിക്കൂ, ഒന്ന് സംസാരിക്കട്ടെ. ഇങ്ങനെ ഒരു ഇടപെടലുണ്ടോ? നമ്മൾ എത്ര ചർച്ചകളിൽ ഇരുന്നുണ്ട്. ഇത്രയും നിലവാരമില്ലാത്ത തരത്തിലേക്ക് താങ്കൾ തരം താണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോകുന്നു. എനിക്ക് അത്രയും തരം താഴാൻ പറ്റില്ല. അതായത് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് ഹാജരാക്കിയ രേഖകളല്ലാതെ രേഖകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യവും ഞാൻ പറഞ്ഞിട്ടില്ല. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന ഒരു കാര്യവും ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നലെ നിങ്ങളുടെ 8 മണി ചർച്ചയിൽ ഞാൻ 8:30 മുതൽ പങ്കെടുത്തതാണ്. ആ സമയത്ത് KSUവിന്റെ നേതാവായി ഈ ചർച്ചയിൽ പങ്കെടുത്ത 1-ാം പ്രതി പറഞ്ഞത് ഒരൊറ്റ കോള് പോലും ഇല്ല, ധൈര്യമുണ്ടെങ്കിൽ അരുൺകുമാർ അത് ഹാജരാക്കൂ എന്നതാണ്. എന്നെ വെല്ലുവിളിച്ചു. താങ്കൾ കണിയാനാണോ? താങ്കൾ എങ്ങനെ ഗണിച്ചു പറയുകയാണ്? ഒരൊറ്റ കോള് പോലും നിങ്ങളുടെ ലേഖികയുമായിട്ട് വിളിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഞാനത് കേട്ടുകൊണ്ടുപോയി മാളത്തിൽ ഒളിക്കണോ മിസ്റ്റർ ഹാഷ്മി? ഒറ്റ കോള് പോലും വിളിച്ചിട്ടില്ല എന്ന KSUവിന്റെ നേതാവ്, ഈ കേസിലെ 1-ാം പ്രതി മിസ്റ്റർ ബേസിൽ, പേര് ഞാൻ ഉപയോഗിക്കാറില്ല പക്ഷേ ഇപ്പൊ ഉപയോഗിക്കുകയാണ്, അദ്ദേഹം വെല്ലുവിളിച്ച വീഡിയോ നിങ്ങൾ തന്നെ ഇന്നലെ 8 മണി ചർച്ചയിൽ പ്രക്ഷേപണം ചെയ്തതാണ്. അങ്ങനെ എന്നെ വെല്ലുവിളിക്കുമ്പോ ആ കോൾ ഷീറ്റ് ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ പോകണമോ? സത്യസന്ധമായിട്ടുള്ള വിവരം പോസ്റ്റ് ചെയ്യുന്നതിന് ആരെയാണ് ഭയക്കേണ്ടത് കാശ്മി? മടിയിൽ കനമുള്ള ഒരു വഴിയിൽ പേടിച്ചാൽ മതി. സത്യസന്ധമായിട്ടുള്ള വിവരം പോസ്റ്റ് ചെയ്യുന്നതിന് ആരെയും മടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല. ആ വിവരമാണ്. നിങ്ങൾക്കതിൽ പ്രതിഷേധമുണ്ടോ? നിങ്ങൾ വിളിച്ചിട്ടുണ്ടല്ലേ? നിങ്ങളുടെ കോൾ അല്ലേ? നിങ്ങളുടെ ഫോൺ നമ്പർ അല്ലേ? നിങ്ങൾ വിളിച്ച ഡ്യൂറേഷൻ അല്ലേ? നിങ്ങൾക്ക് കോടതിയിൽ നേരിടാമല്ലോ. ഈ നിയമവ്യവസ്ഥയിൽ ഇതെല്ലാം ഉള്ളതല്ലേ? ഒരു സമൻസ് വന്നു അല്ലെങ്കിൽ ഒരു പ്രതിയാക്കപ്പെട്ടു എന്നതുകൊണ്ട് എല്ലാം അവസാനിക്കുന്നുണ്ടോ? ഇതെല്ലാം ചെയ്യാവുന്നതല്ലേ? അതിന് നിങ്ങൾ ആദ്യത്തെ 25 മിനിറ്റ് എന്തൊക്കെ ആരോപണങ്ങളാണ് നിങ്ങൾ ഉന്നയിച്ചത്? എന്തൊക്കെ കൊട്ടിഘോഷിക്കലാണ് നിങ്ങൾ നടത്തിയത്? ഇത്ര വൈകാരിക പ്രകടനം പാടുണ്ടോ? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സമൻസ് കിട്ടും.
താങ്കൾക്ക് അരുൺകുമാർ ഈ സൈബർ വേട്ട എന്നുള്ള ഈ സംഭവത്തിൽ അറിയാത്ത രുചി അറിയാത്തതുകൊണ്ടാണ് ഇത്ര വികാരമുണ്ടോ ചോദിക്കുന്നത്. ഫോണിലേക്ക് വരുന്ന തെറി കാണണോ അരുണേ? ഒരു വനിതാ റിപ്പോർട്ടറുടെ ഫോണിലേക്ക് നിങ്ങളുടെ സൈബർ ഗുണ്ടകൾ അയക്കുന്ന തെറി താങ്കൾക്ക് കാണണോ? പുളിച്ച തെറി താങ്കൾക്ക് കാണണോ സേരുണേ? അത് പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാനുള്ള പാർലമെന്ററി അല്ലാത്തതുകൊണ്ട് കാണിക്കാത്തതാണ്. പുളിച്ച തെറി അരുൺ. താങ്കൾ എന്റെ വാക്കിനെ പഴിക്കുകയാണ്. ചില വാക്കൊക്കെ താങ്കൾ കേട്ടാണല്ലോ, വാക്കുകൾ കേട്ടാൽ 7 കൊണ്ട് കുടിക്കണം അതിന്റെ നാറ്റം മാറാൻ. അരുൺ, ഈ മാധ്യമ പ്രവർത്തകയെ എനിക്കും വ്യക്തിപരമായി പരിചയമുള്ള ആളാണ്, എറണാകുളംകാരനാണല്ലോ. ഈ മാധ്യമ പ്രവർത്തകയുടെ പേര് ഒരു ഘട്ടത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല, ഏത് വ്യക്തിയെന്ന് ഉപയോഗിച്ചിട്ടില്ല. ഇത് എല്ലാം ഇന്നലെ നിങ്ങളുടെ ചാനൽ തന്നെയാണ് പേര് വെച്ച് പുറത്തുവിട്ടത്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലിന്റെ ഉടമ തന്നെയാണ് വളരെ വൈകാരികമായി ഇത് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കേസിനെ കേസായിട്ട് നേരിടുന്നേ, അന്വേഷണത്തെ കേസായിട്ട് നേരിടും, ഒരു സംശയക്കാര്യത്തിലില്ല. ഞങ്ങൾ കോടതിയിലേക്ക് പോകാൻ പോകുന്നു. കോടതി വരാന്തയിൽ ഇത് 8 നിലയിൽ ഒരു പൂക്കുറ്റി പോലെ പൊട്ടിച്ചീറ്റാനും പോകുന്നു അരുൺ. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ഇവിടെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരെ കേസെടുക്കുകയും ഇതൊരു നടക്ക് പോണ മാതിരില്ല. നിങ്ങൾ ഇവിടെ മാധ്യമ വേട്ട നടത്തുകയും മാധ്യമങ്ങളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തിട്ട് കേന്ദ്രത്തിലേക്ക് നോക്കി അങ്ങോട്ടേക്ക് നോക്കുന്നു. അവിടെ മാധ്യമ വേട്ട, അവിടെ ന്യൂസ് ക്ലിക്കിൽ മണ്ണാങ്കട്ട, അവിടെ ന്യൂസ് ക്ലിക്കിൽ എന്തോ സംഭവിക്കുന്നു, അയ്യോ മാധ്യമ വേട്ട, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ ഇൻഡെക്സ് കുത്തനെ ഇടിയുന്നേ എന്ന് നിങ്ങൾ ഇരവാദം മുഴക്കരുത്. നിങ്ങൾ പറ, ഞങ്ങളുടെ ഉന്നം മാധ്യമ വേട്ടയാണ്, ഞങ്ങൾ ഇനിയും വേട്ടയാടും, മാധ്യമങ്ങളെ നിങ്ങളെ എപ്പോഴും ജയിലിൽ അടയ്ക്കും, മര്യാദക്ക് നിന്ന് നിങ്ങൾ പറ. അയ്യോ എനിക്കിപ്പോ ബോധം പോകും. അങ്ങനെ മര്യാദയോടെ ചെയ്തിട്ട് ചെയ്യുന്നേ, അല്ലാതെ രണ്ടും കൂടെ പറയല്ലേ. അങ്ങനെ പറയരുത് സാർ. പിന്നെ എങ്ങനെ പറയണം? കേസ് നമ്മൾ കോടതി നോക്കിക്കോളാം. ഇവിടെ സമാധാനപരമായിട്ടുള്ള സമരം റിപ്പോർട്ട് ചെയ്യുന്നതിനോ അല്ല, നിങ്ങൾ ഇടപെടലേ. നിങ്ങൾ ചോദ്യം ചോദിച്ചല്ലോ, ഇനി ഞാൻ ഉത്തരം പറയട്ടെ. സമാധാനപരമായിട്ടുള്ള സമരം അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള സമരം റിപ്പോർട്ട് ചെയ്യുന്നതിനോ മാധ്യമ പ്രവർത്തകരുടെ ഇമ്മ്യൂണിറ്റിയെയോ വിശേഷാധികാരത്തെയോ ആദ്യം ചോദ്യം ചെയ്യുന്നില്ല. ഇവിടെ സാധാരണക്കാർക്ക് ഉള്ളതിൽ കൂടുതൽ പ്രത്യേകമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി നിങ്ങൾക്കില്ല. 4ാം തൂണ്, നമ്മുടെ ഭരണഘടനയിൽ 4ാം തൂണ് എന്നെല്ലാം വിശേഷിപ്പിക്കും. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സമരമാണ്. കരിങ്കൊടി കാണിക്കുന്ന സമരത്തിന് കോൾ ചെയ്തു, ഇൻഫർമേഷൻ തന്നു, ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞു എന്നതാണ്. മുഖ്യമന്ത്രിയുടെ നെറ്റിയും നെഞ്ചു എറിഞ്ഞു സമരമല്ലല്ലോ. ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റിയും നെഞ്ചു എറിഞ്ഞു പൊട്ടിച്ചു നിങ്ങൾ. നിങ്ങൾ പോലീസിന് പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടുണ്ട്. SFI ഓർമ്മയുണ്ടോ? ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. മുട്ട കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങ് അമ്പരപ്പും ആശങ്കയോ അല്ലേ? ഒരു മുഖ്യമന്ത്രിയുടെ നെറ്റി എറിഞ്ഞ് പൊട്ടിച്ചാണ് നിങ്ങൾക്ക് ഒരു കീറഷു കാണുമ്പോൾ അങ്ങ് അമ്പരപ്പല്ലേ? ഇങ്ങനെ നാറാനൊരു ചങ്കൂറ്റം വേണം കേട്ടാ. കൊല്ലാൻ വരുന്ന എന്ന ഭീതിയല്ലേ അരുൺകുമാർ? നാണമുണ്ടോ? അതിനെ നിയമത്തിന്റെ വഴിയിൽ നേരിടൂ. എന്തിനാണ് നിങ്ങൾ ഇത്ര നാണത്തിന്റെ ഒന്നും നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഞാനൊന്ന് കിടക്കട്ടെ. വാക്കുകളെല്ലാം അതിരുവിട്ടു പോകുക. ആ വാക്കുകൾക്ക് അത് വടിയുള്ള മറുപടി ഞാൻ നൽകുന്നില്ല. ഇപ്പൊ താങ്കളുടെ നിലവാരമല്ലോ എന്റെ നിലവാരം. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ചർച്ചകളിൽ ഞാൻ നാളെ ചർച്ച വെക്ക്. ശരി, ഇന്ന് അതിരുവിടുന്നതിന് കാരണം എന്താണ്? കാരണം എന്താണ്? ഞങ്ങളുടെ മാധ്യമപ്രവർത്തകരെ നിങ്ങളൊരു വ്യാജ കള്ളക്കേസിൽ കുടുക്കി, നിങ്ങൾ കേസെടുത്ത് നിയമത്തിന്റെ വഴിക്ക് വിടാതെ കള്ള വീഡിയോ ഉണ്ടാക്കി സൈബർ ഇടത്തിലിട്ട് അധിക്ഷേപിക്കുന്നു, വേട്ടയാടുന്നു. അതിന് വിടും, മര്യാദയോടെ നിങ്ങൾ കാണിക്കാനും. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.